ഹലോ ഗൈസ്, ഇപ്പോൾ എഡ്രിയൻ ലൂണയുടെ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ ഇടയിലും സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് ലൂണ സീസൺ ഔട്ട് തന്നെയാണോ, അതോ അദ്ദേഹം 2 മാസത്തിന് ശേഷം തിരിച്ചെത്തുമോ, ഇങ്ങനെയുള്ള തരത്തിലൊക്കെയുള്ള പല ചോദ്യങ്ങളുമുണ്ട്. അപ്പം ഈ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ആളുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. ഷോൺറൽ നീ ഇഞ്ചുറിയാണ് എഡ്രിയൻ ലൂണയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ഇഞ്ചുറി എന്ന് പറയുന്നത് നീ ആർട്ടിക്കുലർ കാർട്ടിലേജിന് ഒരു ഡാമേജ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ലൂണയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇഞ്ചുറിയുടെ ഒരു കാര്യത്തിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരുന്നത് ട്രെയിനിങ്ങിനിടെയാണ് ഈ ഒരു ഷോൺറൽ നീ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത്. ഒരു മൈനർ ആന്ത്രോസ്കോപ്പിക് സർജറിയും ചെയ്തു എന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകളാണ് വന്നിരുന്നത്. എന്നാൽ എനിക്ക് അല്ലാതെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ലൂണയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒരു ലെഫ്റ്റ് നീ ഓസ്റ്റിയോകോൺഡ്രൽ ഓട്ടോഗ്രാഫ് ട്രാൻസ്പ്ലാന്റ് ആണ് നടന്നിരിക്കുന്നത്. മുംബൈയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലാണ് ഈ ഒരു സർജറി നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുള്ളത്. ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, അതായത് ശരീരത്തിൽ തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട, അങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എന്ന് ലൂണ തിരിച്ചു വരും എന്നുള്ള കാര്യം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകാൻ സാധ്യതയില്ല, സോ 1-2 മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്താൻ കഴിയുമെന്നുള്ള തരത്തിലൊക്കെയാണ്. പക്ഷേ ഈ ഒരു സീരിയസ്നെസ് ഇപ്പം ഈ ഒരു പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ കാലയളവ് വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആർട്ടിക്കിളും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പം ഒരു 6 മാസം വരെയൊക്കെ, പ്രത്യേകിച്ച് സ്പോർട്സ് പേഴ്സൺസിൻ്റെ കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പം അവരൊരു കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഫീൽഡിലേക്കൊക്കെ വരണമെങ്കിൽ അവർ റിസ്ക് എടുക്കാനൊന്നും താല്പര്യമില്ല. കാരണം അറിയാമല്ലോ, സ്പോർട്സാണ്, അവർക്ക് ഇത് ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം 6 മാസം വരെ എങ്കിലും തിരിച്ചു വരാനുള്ളൊരു സമയം എടുക്കുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർ ഇത് ചെയ്തിട്ടുള്ള സർജറി ചെയ്തിട്ടുള്ള ഡോക്ടറിനായിരിക്കും കൂടുതലും കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് ഈ ഏത് ഗ്രേഡാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എത്ര കാലയളവ് ഇതിൻ്റെ ഒരു റെസ്റ്റ് വേണം, ഏത് തരത്തിലുള്ള സർജറി ആണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതും കൂടെയൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണെന്നുള്ളത്. ഏതായാലും എഡ്രിയൻ ലൂണ ഈ സീസൺ ഔട്ടാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതിൽ സംശയങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ റെഫർ ചെയ്ത് വെച്ചൊക്കെ ഉള്ളത് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ലൂണയുടെ പകരക്കാരൻ എന്തായാലും ഈ സീസണിൽ എത്തും. അതാര് എന്നുള്ളതൊക്കെ നമുക്ക് പല റൂമേഴ്സും ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഒരു സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഏതായാലും എഡ്രിയൻ ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരക്കാരൻ വരും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്ലേയേഴ്സും ചിലപ്പോൾ വന്നേക്കും. പക്ഷേ അദ്ദേഹം കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അതൊക്കെയാണ് ഉറപ്പായിട്ടും അദ്ദേഹത്തെ മറ്റ് താരങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നത്. അതേപോലത്തെ ഒരു താരത്തെ നമുക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു ലൂണയായിട്ടുള്ള ഇഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ ശ്രമിച്ചിട്ടില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എനിക്ക് ഇത് വെച്ചിട്ട് റെഫർ ചെയ്ത് വെച്ച് പറഞ്ഞു എന്നുള്ളത് മാത്രം. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് വെച്ചായിട്ട് നമ്മൾ മറ്റേ കാണിക്കുകയാണെന്ന് വെച്ചാൽ സനിയ.